പ്രണയം മായ്ക്കാത്ത സൗഹൃദം. രചന ആതിര. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. അമ്മായി, അമ്മായി, ശീലമായി, എന്തിനാ അബി നീ വിളിച്ചു പോകുന്നത്? നീ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? അമ്മായി അടുക്കളയിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. എന്റെ ശീലമായി അല്ലേ, എനിക്കിങ്ങനെ സ്വാതന്ത്ര്യത്തോടെ വിളിച്ചു പോകാൻ പറ്റൂ? അബി ചോദിച്ചു. മതി മതി, ഈ സോപ്പിടലിന്റെ ഉദ്ദേശം എന്താന്ന് പറ മോനെ അബിക്കുട്ട. അമ്മായി അബിയോട് ചോദിച്ചു. ഓ, ഞാൻ സോപ്പിട്ടൊന്നല്ല. പിന്നെ അമ്മായി, പിന്നെ അമ്മായി, നമ്മുടെ കുഞ്ഞിയുടെ വിവാഹം നടന്ന അവർ പറഞ്ഞ്? അബി ചോദിച്ചു. കുഞ്ഞിയോ? ഏത് കുഞ്ഞി? അമ്മായി ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. അമ്മായി, അറിയാതെ പോലെ പറയല്ലേ കേട്ടോ. അമ്മായിയുടെ ആങ്ങളുടെ മോൾ കുഞ്ഞി അമ്മായിക്ക് അറിയില്ലേ? ഒരു കപടദേശത്തിൽ അബി ചോദിച്ചു. അമ്മായി വീണ്ടും ഒരു കള്ളച്ചിരിയിൽ. ഓ, അത് ഡിസംബർ 10-നാ. അതിന് ഇനി 2 ആഴ്ച ഉണ്ട്. അല്ല, അവള് നിന്നെ കല്യാണം വിളിച്ചില്ലേ? അമ്മായി ചോദിച്ചു. വിളിച്ചിരുന്നു, ഞാൻ ആ ഡേറ്റ് മറന്നുപോയി, അതാ ചോദിച്ചു. ഇവൻ അഭിജിത്ത് എന്ന അബി. അവൻ വളർന്നും പഠിച്ചുമെല്ലാം അമ്മൂമ്മയുടെ അമ്മാമ്മമാരുടെയും കൂടെ നിന്നാണ്. അവരെ കഴിഞ്ഞ് അവൻ അവൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ഉള്ളൂ. അമ്മൂമ്മ മരിച്ചുപോയി. എന്നാൽ ഇപ്പോഴും അവൻ അമ്മാമ്മമാർക്കൊപ്പം തന്നെയാണ് താമസം. അബിക്ക് 2 അമ്മാമ്മമാരാണുള്ളത്. ആ അമ്മാമ്മമാർക്ക് ഒരു അനിയത്തിയാണുള്ളത്. ആ അനിയത്തിയുടെ ഇളയപുത്രനാണ് അബി. അബിക്ക് ഒരു ചേച്ചിയും ഒരു ഏട്ടനുമുണ്ട്. അബി വല്ലപ്പോഴും മാത്രമേ അവൻ്റെ വീട്ടിൽ പോയി നിൽക്കാറുള്ളൂ. അമ്മയും കൂടപ്പിറപ്പുകളും ഇടയ്ക്ക് അമ്മൂമ്മയുടെ ഇങ്ങോട്ടും വന്ന് നിൽക്കാറുണ്ട്. ഇപ്പൊ അബിയുടെയും ചേച്ചിയുടെ ഏട്ടൻ്റെയും വിവാഹം കഴിഞ്ഞു. അവർ രണ്ടുപേരും ഫാമിലിയായി ഗൾഫിൽ സെറ്റിൽഡ് ആണ്. അങ്ങനെ ഇരിക്കുകയാണ് അബിയുടെ വലിയമ്മാവൻ ബാലേന്ദ്രൻ എന്ന ബാലുവിന് വിവാഹം ആലോചിക്കുന്നത്. പെണ്ണ് അബിയുടെ അച്ഛൻ്റെ നാട്ടിൽ നിന്നാണ്, എന്ന് വെച്ചാൽ അബിയുടെ നാട്ടിൽ നിന്ന് തന്നെ. അങ്ങനെ പെണ്ണാളിൽ നിശ്ചയമെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആ നിശ്ചയത്തിൻ്റെ അന്നാണ് അബി കുഞ്ഞിയെ ആദ്യമായി കാണുന്നത്. കുഞ്ഞിയെ കണ്ടപ്പോൾ അബി ഒന്ന് ചിരിച്ചു. കുഞ്ഞി തിരിച്ചു ഒന്ന് ചിരിച്ചു. ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കുഞ്ഞി അബിയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. അങ്ങനെ കല്യാണം വിരുന്ന എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് അതിലെല്ലാം അബി കുഞ്ഞിയെ കണ്ടിരുന്നു. കുഞ്ഞിയെ കാണുമ്പോഴെല്ലാം അബിക്ക് എന്തെന്നറിയാത്ത, പറയാൻ കഴിയാത്തൊരു സന്തോഷം അനുഭവപ്പെട്ടു. കല്യാണ ദിവസമാണ് കുഞ്ഞി തന്റെ അമ്മായിയുടെ ഏട്ടന്റെ മോളാണെന്ന് അബിക്ക് മനസ്സിലാവുന്നത്. കുഞ്ഞിയുടെ യഥാർത്ഥ പേര് ശിവന്യ എന്നാണ്. അച്ഛനും അമ്മയ്ക്കും ഒറ്റമോളായത് കാരണം അവരവളെ കൊഞ്ചി വിളിച്ചു തുടങ്ങിയ പേരാണ് കുഞ്ഞി എന്നത്. പിന്നീട് എല്ലാവരും ഏറ്റെടുത്ത് കുഞ്ഞി എന്നുള്ള സ്ഥിരം വിളിപ്പേരാക്കി മാറ്റി. അബിക്ക് കുഞ്ഞിയോടുള്ള അടുപ്പം ദിവസങ്ങൾ കഴിയുന്തോറും സ്ട്രോങ് ആയി വന്നു. അബിയും കുഞ്ഞിയും നല്ല സുഹൃത്തുക്കളായിരുന്നു. ആ സുഹൃത്ത് ബന്ധം എപ്പോഴാണ് പ്രണയമായി മാറിയതെന്ന് അബി പോലും അറിഞ്ഞില്ലായിരുന്നു. അവൻ തന്റെ പ്രണയം ആരോടും പറയാതെ മനസ്സിൽ കൊണ്ടു നടന്നു. കുഞ്ഞിയോട് പോലും അവൻ ഇതേപറ്റിയൊന്നും സംസാരിച്ചിരുന്നില്ല. ഇപ്പോൾ താൻ പഠിക്കുകയാണെന്നും തന്റെ പഠനം കഴിഞ്ഞൊരു ജോലിയായ ശേഷം എല്ലാം എല്ലാവരോടും പറയാമെന്ന ഉദ്ദേശത്തിലായിരുന്നു അബിയെല്ലാം തന്റെ മനസ്സിലൊതുക്കി നടന്നത്. അതിനിടയിൽ ജാതക പ്രശ്നം എന്ന് പറഞ്ഞ് കുഞ്ഞിയുടെ വിവാഹം ഉറപ്പിച്ചത്. ആ സമയത്ത് അബി നാട്ടിലില്ലായിരുന്നു. ബിസിനസ് ആവശ്യമായി ഗൾഫിലായിരുന്നു. നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് കുഞ്ഞിയുടെ വിവാഹകാര്യം അബി അറിയുന്നത്. BEd അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് കുഞ്ഞി. കുഞ്ഞി അബി നല്ല സുഹൃത്തുക്കളാണ്. വല്ലപ്പോഴും കാണുകയും അതുപോലെ വല്ലപ്പോഴും ഫോൺ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം വിളിച്ചപ്പോഴാണ് വിവാഹകാര്യം അബി അറിയുന്നത്. അബി പറഞ്ഞു തുടങ്ങി. അമ്മായി, ഞാൻ കാര്യം പറയട്ടെ, എനിക്ക് കുഞ്ഞിയെ ഇഷ്ടമാണ്. അത് എന്ന് മുതലാ തുടങ്ങിയെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞന്ന് മുതലേ എനിക്ക് അവളോട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ എനിക്കൊരു ജോലി ആവട്ടെ എന്ന് കരുതി ആരോടും പറഞ്ഞില്ല. ജോലിയായി വന്ന് സെറ്റിലായപ്പോഴേക്കും അവളുടെ വിവാഹം ഉറപ്പിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അബി, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? എന്നിട്ട് നീ എന്താടാ ഈ കാര്യങ്ങളൊന്നും ഇതുവരെ എന്നോട് പറയാതിരുന്നേ? ഒരു സൂചനയെങ്കിലും തന്നൂടായിരുന്നോടാ നിനക്ക്? എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങളുടെ സൗഹൃദം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ തമ്മിൽ സൗഹൃദം മാത്രമേ ആയിരിക്കുന്നത്. അമ്മായി പറഞ്ഞു. അതിനമ്മായി, ഈ ഇഷ്ടം എൻ്റെ ഉള്ളിൽ മാത്രമായിരുന്നു. കുഞ്ഞിക്ക് എന്നോട് എനിക്ക് തോന്നിയ അതേ ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഒരിക്കൽ പോലും അവളോട് ഇതേപറ്റി ഞാൻ സംസാരിച്ചിട്ടുമില്ല. വല്ലപ്പോഴും അവൾ ഇവിടെ വരുമ്പോൾ കാണും, അപ്പോൾ കുറച്ചു നേരം സംസാരിക്കും, അത്ര തന്നെ. ഇതുവരെ വേറെ തരത്തിലുള്ള സംസാരം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ഇനി ഇതൊന്നും അവളോട് പറയണ്ട കേട്ടോ അമ്മായി, അബി പറഞ്ഞു. അതിന് അമ്മായി ഒന്ന് മൂളി. ഈ വിവാഹം എന്തായാലും അവളുടെ താല്പര്യത്തിൽ തന്നെയല്ലേ നടക്കുന്നത്. അത് അവൾക്കറിയാവുന്ന ആളാണ്. അപ്പൊ തന്നെ ഉറപ്പിക്കാം എന്നോട് അവൾക്ക് സുഹൃത്ത് എന്നതിലുപരി വേറെ ഒന്നുമില്ലായിരുന്നു എന്ന് അബി പറഞ്ഞു. ചില കാര്യങ്ങൾ അങ്ങനെയാടാ, നമ്മൾ ആഗ്രഹിക്കുന്ന നടക്കണമെന്നൊന്നുമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കുന്നത് വേറൊന്നും ആയിരിക്കും. അവളുടെ മനസ്സിൽ നിനക്കൊരു നല്ല സുഹൃത്തിൻ്റെയും അതുപോലെ ഒരു സഹോദരൻ്റെയും സ്ഥാനമായിരിക്കും. ഇനി നിന്റെ മനസ്സിലും അങ്ങനെ തന്നെ ആയിരിക്കണം, അമ്മായി പറഞ്ഞു. അബി ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടി. എന്നാൽ അവൻ്റെ മനസ്സിൽ വിഷമമായിരുന്നു. ഇനി 2 ആഴ്ചയെ വിവാഹത്തിനുള്ളൂ. അവളുടെ ആങ്ങളയുടെ സ്ഥാനത്ത് നിന്ന് വിവാഹ കാര്യങ്ങൾക്കെല്ലാം നീ കൂടെ ഉണ്ടാവണം. ആങ്ങള എന്നതിലുപരി നല്ലൊരു സുഹൃത്തായും മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിന് പറിച്ചു കളയണം, കേട്ടല്ലോ, ഷീല പറഞ്ഞു. ഷീല ഈ കാര്യങ്ങളെല്ലാം ഭർത്താവ് ബാലുവിനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട ശേഷം ബാലു പറഞ്ഞു. ഇതിപ്പോ നമ്മൾ കുറച്ചു മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ ഏട്ടനെ അബിക്കാനെ കുഞ്ഞിയെ വിവാഹം ചെയ്ത് കൊടുത്തേനെ. ജാതകദോഷത്തിന്റെ പേര് പറഞ്ഞല്ലേ ഇപ്പൊ അവിടെ കോഴ്സ് കഴിയുന്നതിന് മുമ്പ് ഈ വിവാഹം നടത്തുന്നത്. ഷീലയൊന്ന് മൂളി. ഇനി നീ ഒന്നും ആരോടും പറയണ്ട, ബാലു ഷീലയോട് പറഞ്ഞു. അങ്ങനെ കല്യാണമായി. തലേ ദിവസം തന്നെ എല്ലാവരും കുഞ്ഞിയുടെ വീട്ടിലെത്തി. എല്ലാവരും നല്ല തിരക്കിലാണ്. അബിയും ബാലുവും രാത്രിയിലെ ഹൽദി പരിപാടിയുടെ ഒരുക്കത്തിലാണ്.
അമ്മയും അമ്മായിമാരും അടുക്കളയിലും തിരക്കിലാണ്. രാത്രിയായി എല്ലാവരും പാട്ടും ഡാൻസൊക്കെ അടിച്ചു പൊളിക്കുകയാണ്. അബിയും എല്ലാത്തിനും കൂടെ കൂടുന്നുണ്ട്. എന്നാലും മുഖത്ത് ആർക്കും മനസ്സിലാവാത്തൊരു വിഷമം നിഴലിച്ചിരുന്നു. പക്ഷേ ശീലമായിക്ക് അത് മനസ്സിലായിരുന്നു. ആ സമയം അവർ അബിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് അരുതേ നമ്മുടെ തലയാട്ടി. അതിനബി തെളിച്ചമില്ലാതെ ഒന്ന് പുഞ്ചിരിച്ചു. ആ സമയത്താണ് കുഞ്ഞി ഫോട്ടോ എടുക്കാനും പാട്ട് പാടാനും വേണ്ടി അബിയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. മടിച്ച് കുഞ്ഞിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ ഫോട്ടോ എടുക്കുകയും പാട്ടുപാടുകയും ചെയ്തു. ശേഷം അവൾക്ക് ഒരു സമ്മാനവും നൽകി. നല്ല ഭംഗിയുള്ളൊരു സ്റ്റോൺ വാച്ചായിരുന്നു അവൻ നൽകിയത്. പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. പിറ്റേ ദിവസം, അതായത് കല്യാണ ദിവസം, ചെറുക്കനെ സ്വീകരിക്കാനും മറ്റുമായി മുന്നിലായിരുന്നു അബി. കുഞ്ഞിയുടെ അച്ഛൻ തന്റെ മകനെ പോലെ കണ്ടു അബിയെ. എല്ലാറ്റിനും കൂടെ കൂട്ടിയിരുന്നു. അങ്ങനെ താലികെട്ടിലും ഫോട്ടോ എടുക്കലും സദ്യയുമെല്ലാം കഴിഞ്ഞ് കുഞ്ഞി അവിടെ വരാൻ ആകാശിന്റെ കൂടെ ആകാശിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് കുഞ്ഞി എല്ലാവരോടും യാത്ര ചോദിച്ചു. കൂട്ടത്തിൽ അബിയോട് യാത്ര ചോദിക്കാൻ അവൾ മറന്നില്ല. അബി ഒരു ചെറിയ സങ്കടത്തോടെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട ശേഷം കുഞ്ഞിയെ യാത്രയാക്കി. പിന്നീട് അബി കുഞ്ഞിയെ കണ്ടിട്ടില്ല. വല്ലപ്പോഴും ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നു. പിന്നീട് അതും ഇല്ലാതെയായി. 1.5 വർഷത്തിന് ശേഷം വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അബി വിവാഹം കഴിച്ചു. വിവാഹത്തിന് കുഞ്ഞിക്ക് എത്താൻ കഴിഞ്ഞില്ല. കുഞ്ഞി അവിടെ ഭർത്താവിൻ്റെ കൂടെ ഗൾഫിലായിരുന്നു. അവരവിടെ സെറ്റിൽഡാണ്. പിന്നീട് നാട്ടിൽ വന്ന സമയത്ത് കുഞ്ഞിയുടെ വീട്ടിൽ വന്നപ്പോൾ അവിടെ അമ്മയോട് സംസാരിക്കുന്നതിനിടയിൽ ചോദിച്ചു, അമ്മ അച്ഛൻ അബിയുടെ വിവാഹത്തിന് പോയിരുന്നില്ലേ? എനിക്കത് വരാൻ പറ്റിയില്ല. ഞാൻ വരാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ ലീവ് കിട്ടിയില്ല. ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് ലീവ് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ കരുതി നാട്ടിൽ വരുമ്പോൾ കാണാമെന്ന്. ആ മോളെ, വിവാഹത്തിന് ഞാനും അച്ഛനും പോയിരുന്നു. നീ വരുമോയെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് ലീവ് കിട്ടിയില്ലെന്ന്. അത് കേട്ടപ്പോൾ അവന് സങ്കടമായി. കാരണം രണ്ടുപേരും അത്രയ്ക്ക് കൂട്ടായിരുന്നില്ലേ? അമ്മ പറഞ്ഞു. അത് കേട്ട് കുഞ്ഞൊന്ന് മൂളി. നല്ല കുട്ടിയാ മോളെ, രണ്ടുപേരും നല്ല ചേർച്ചയാ. ഇപ്പം അവൻ്റെ കമ്പനിയിൽ തന്നെയാ അവളും ജോലി ചെയ്യുന്നത്. 2 ദിവസം മുമ്പ് രണ്ടാളും ഇവിടെ വന്നിരുന്നേ. അപ്പം നിന്റെ വിശേഷമൊക്കെ ചോദിച്ചു. ആ കുട്ടിക്ക് അബി പറയാൻ നിന്നെ നന്നായിട്ട് അറിയാം. അമ്മ പറഞ്ഞു. നന്ദന എന്നല്ലേ അമ്മയുടെ പേര്? കുഞ്ഞി ചോദിച്ചു. ആ, നന്ദു എന്ന് വിളിക്കും. നല്ല അടക്കം ഒതുക്കം എല്ലാം ഉള്ളൊരു കുട്ടി. അല്ല, അബിയ അങ്ങനെ തന്നെയാണല്ലോ. അമ്മ പറഞ്ഞു. അബിയേട്ട് ഇവിടെ തന്നെയാണ് നിൽക്കാറ്, അതോ ഷീലാൻറ്റിയുടെ വീട്ടിലോ? അവൻ ഇപ്പം ഇവിടെ തന്നെയാണ് നിൽക്കാറ്. കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, അതുകൊണ്ടാവും. അമ്മ പറഞ്ഞു. ആൻറ്റിയുടെ കൂട്ടില്ലാതായി അല്ലേ അമ്മേ എന്ന് ചോദിച്ച് കുഞ്ഞൊന്ന് ചിരിച്ചു. അല്ല, നീയും ആകാശം കുറച്ച് ദിവസം ഇവിടെ കാണില്ലേ? അതിനിടയിൽ എപ്പോഴെങ്കിലും അബിയെയും ഭാര്യയും പോയി കാണണം കേട്ടോ. അമ്മ പറഞ്ഞു. ആ, ഞങ്ങളിവിടെ ഒരാഴ്ച കാണും, അതിനിടയ്ക്ക് പോവാം. അബിയേട്ടൻ്റെ നമ്പറിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്, അതുകൊണ്ട് ഇതുവരെ വിളിക്കാനും പറ്റിയിട്ടില്ല. കുഞ്ഞി പറഞ്ഞു. അമ്മയുടെയും കുഞ്ഞിയുടെയും സംസാരത്തിനിടക്കാണ് ആകാശ് അവിടേക്ക് വന്ന്. എന്താണ് അമ്മയും മോളും കുറെ നേരം തുടങ്ങിയിട്ട്? എന്താ ഇത്രയധികം പറയാൻ? അതെ, ഞങ്ങൾ അമ്മയ്ക്കും മോൾക്ക് ഒരുപാട് പറയാനുണ്ട്. അതിലേക്ക് മിസ്റ്റർ മരുമകൻ ഇടപെടണ്ട കേട്ടോ. കുഞ്ഞൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഡേ, നിനക്ക് ഇവിടെ എത്തിയപ്പോൾ എന്നെ വേണ്ടല്ലേ? നീ എൻ്റെ അടുത്തേക്ക് തന്നെ വരും, അപ്പൊ നിനക്ക് അത് ശരിയാക്കി തരാം കേട്ടോ. ആകാശ് ഒരു കുസൃതിയോടെ പറഞ്ഞു. മോനെ, ഞങ്ങൾ അബിയുടെ കാര്യം പറയായിരുന്നേ. അവൻ്റെ വിവാഹത്തിന് നിങ്ങൾക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ പോകുന്നതിനിടക്ക് നിങ്ങൾ അവിടെ ഒന്ന് പോകണമെന്ന് ഞാൻ ഇവളോട് പറയായിരുന്നു. അമ്മ പറഞ്ഞു. ആമേ പോവാം. കല്യാണത്തിന് വരാൻ പറ്റതിന്റെ പേരിൽ ഇവളെന്നെ ചെവിതല കേൾപ്പിക്കാറില്ല. അബി സ്വന്തം നാട്ടിൽ തന്നെ താമസാക്കിയല്ലേ, അതേതായാലും നന്നായി. ആകാശ് പറഞ്ഞു. സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല. നിങ്ങൾ പോയി കുളിച്ചേച്ച് വേഷം മാറി വാ, ഞാൻ അപ്പോഴേക്കും ഭക്ഷണം എടുക്കാം. അമ്മ പറഞ്ഞു. അങ്ങനെ ആകാശും കുഞ്ഞിയും ഫ്രഷ് ആവാൻ റൂമിലേക്ക് പോയി. അവിടെ എത്തി ആകാശ് കുഞ്ഞിയൊന്ന് കെട്ടിപ്പിടിച്ചു. ശേഷം പറഞ്ഞു. എടോ ഭാര്യ, നിനക്ക് ഇവിടെ എത്തിയപ്പോഴേക്കും എന്നെ വേണ്ടതായിട്ടോ. ഞാൻ പാവല്ലേ? അത് കേട്ട് കുഞ്ഞൊന്ന് ചിരിച്ചു. ശേഷം ആകാശിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എടുത്തു. ശേഷം അവൾ കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറി. അവർ കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിക്കാനായി വന്നു. അമ്മേ, അച്ഛനോട് പോയി. ഞങ്ങൾ വന്നിട്ട് ഇത്ര നേരമായിട്ട് ഇവിടെ നിന്ന് കണ്ടില്ലല്ലോ. ആകാശ് ചോദിച്ചു. ഞാൻ ഇവിടെ ഉണ്ട് മോനെ. നിങ്ങൾ വന്നപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയതായിരുന്നു. കുറച്ച് കാശ് കിട്ടാനുണ്ടായിരുന്നേ. 2 ദിവസം മുമ്പ് കുറച്ച് വാഴക്കുല വിറ്റേൻ്റെ, അത് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. ഞാൻ നിങ്ങൾ വന്നില്ലേന്ന് അമ്മയോട് ചോദിച്ചാ. അപ്പം അമ്മയാ പറഞ്ഞ് ഫ്രഷ് ആവാൻ മോളിലേക്ക് പോയിന്ന്. അതാ പിന്നെ ഞാൻ വിളിക്കാണ്ടിരുന്നത്. അച്ഛൻ പറഞ്ഞു. വാ, എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കുക, ഇനി അത് കഴിഞ്ഞ് സംസാരിക്കാം. അമ്മ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടന്നു. പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുഞ്ഞി ആകാശ് അബിയുടെ വീട്ടിലേക്ക് പോയി. കുഞ്ഞിയെയും ആകാശിനെയും കണ്ടപ്പോഴേക്കും അബിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. അബി അവരകത്തേക്ക് ക്ഷണിച്ചു. നന്ദനെ വിളിച്ച് പരിചയപ്പെടുത്തി. നന്ദനെ കുഞ്ഞിയെ കണ്ടിട്ടില്ല, എങ്കിലും അബി പറഞ്ഞ് കുഞ്ഞിയെ നന്നായിട്ട് അറിയാമായിരുന്നു. അവർ ചായ കൂടി സംസാരിക്കുന്നതിനിടയിലാണ് കുഞ്ഞിയുടെ ഷീലാന്റിയും ബാലുവെങ്കിലും അബിയുടെ വീട്ടിൽ വന്നത്. എല്ലാവരും കുറെ നേരം വിശേഷങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ശേഷം ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചു. അതിനിടയ്ക്ക് ഷീലയും കുഞ്ഞിയും വിശേഷങ്ങൾ പറയുന്നതിനിടയിൽ അറിയാതെ ഷീലയുടെ നാവിൽ നിന്നും അബിക്ക് കുഞ്ഞിയെ ഇഷ്ടമായിരുന്നു എന്ന് പുറത്തു വന്നു. അത് കേട്ട് കുഞ്ഞിയാകെ ഷോക്കായി. കുഞ്ഞിയുടെ മുഖമെല്ലാം ചുവന്ന് തുടുത്തു. അതുകൊണ്ട് ഷീലാന്റി തുടർന്നു. നിനക്ക് അങ്ങനെയൊന്നും അബിയോട് ഉണ്ടായിരുന്നില്ല എന്ന് ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നു. പിന്നീട് അത് അവനും മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാ ഇതൊന്നും ആരോടും പറയരുതെന്ന് അവൻ പ്രത്യേകം പറഞ്ഞ്. പിന്നെ നിന്റെ ഫ്രണ്ട്ഷിപ്പ് അവനെന്നും വേണമായിരുന്നു.
ആന്റി പറഞ്ഞു. ഇതൊന്നും നീ അറിയരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷെ അതറിയാതെ എൻ്റെ നാവിൽ നിന്ന് വന്നുപോയതാ. ഇത് നീ അറിഞ്ഞത് അവനൊരിക്കലും അറിയരുത്. അവനത് സങ്കടാവും. ഷീലാന്റി പറഞ്ഞു. ഇല്ലാന്റി, ഞാൻ പറയില്ല. ഞങ്ങൾ അന്നും ഇന്ന് നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്. എന്നോടൊന്നും തുറന്നു പറയാത്തതിൻ്റെ ഒരു ചെറിയ വിഷമം എനിക്കുണ്ട്. കുഞ്ഞി പറഞ്ഞു. സാരില്ല, എല്ലാം കഴിഞ്ഞില്ലേ. രണ്ടാൾ രണ്ട് കുടുംബമായിട്ട് ജീവിക്കാനും തുടങ്ങി. പിന്നെ നിന്റെ സൗഹൃദം ഇല്ലാതായാലും ഒന്ന് പേടിച്ചിട്ടാ അവൻ ഇതൊന്നും പറയാതിരുന്ന്. നിന്റെ വിവാഹത്തിൻ്റെ 2 ആഴ്ച മുമ്പാ ഞാൻ തന്നെ ഈ കാര്യം അറിയുന്നത്. നിന്റെ വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞങ്ങൾ ആകാശിനെ കൊടുക്കുമായിരുന്നോ? ഞങ്ങൾ ഞങ്ങളുടെ അബിക്ക് തന്നെ കൊടുക്കില്ലായിരുന്നോ? ജോലിയായിട്ട് പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അവൻ. ജോലി ആയപ്പോഴേക്കും നിനക്കും ആകാശിനോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നിയില്ലേ? പിന്നെ എന്ത് ചെയ്യാൻ? ഷീലാന്റി ഒരു കളിയോടെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് കരയണോ ചിരിക്കണമെന്ന അവസ്ഥയിലാണ് ആൻറ്റി ഞാൻ. അല്ല ആൻറ്റി, ഇതെല്ലാം നന്ദുവിനറിയോ? കുഞ്ഞി ചോദിച്ചു. ആ മോളെ, നന്ദുവിന് ഇതെല്ലാം അറിയാം. അബി അവളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിനക്കൊന്നും അറിയില്ലെന്നും അവൾക്കറിയാം. ഞാനിപ്പോൾ ഇതൊന്നും പറയണമെന്ന് കരുതിയതല്ല. പക്ഷേ പഴയ കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ അറിയാതെ പറഞ്ഞു പോയതല്ലേ. ഇനി നീ ഇതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കരുത് കേട്ടോ കുഞ്ഞി. കുഞ്ഞിയൊന്ന് തലയാട്ടി. കുഞ്ഞിയുടെ മുഖത്ത് ആരും കാണാത്ത പുഞ്ചിരി വന്നു. കാരണം അവളുടെ മനസ്സിൽ അബിയുടെ ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു. അബിയുടെ പെരുമാറ്റത്തിൽ തന്നോട് വെറും സൗഹൃദമാണെന്ന് തോന്നിയപ്പോൾ അത് അവളും പുറത്തു പറഞ്ഞില്ല. പക്ഷെ അവൾ ഇതെല്ലാം ആകാശിനോട് പറഞ്ഞിരുന്നു. അവനെല്ലാം നല്ല അർത്ഥത്തിലാണ് എടുത്തിരുന്നത്. ശേഷം ആകാശം കുഞ്ഞിയും അബിയുടെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. അബിയും നന്ദു നിറഞ്ഞ മനസ്സോടെ അവരെ യാത്രയാക്കി. കുഞ്ഞി യാത്രക്കിടയിൽ ആന്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം ആകാശിനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് ആകാശ് പൊട്ടിച്ചിരിച്ച്. അയ്യോ, എനിക്ക് ഇഷ്ടം തുറന്നു പോയത് 2 മണ്ടമ്മ. ഞാനിത് ആരോട് പറഞ്ഞു ചിരിക്കേണ്ട ഈശ്വര. ആകാശിന്റെ കളിയാക്കി ചിരി സഹിക്കാൻ വയ്യാതെ കുഞ്ഞവനെ കൂർപ്പിച്ച് നോക്കി. എന്നിട്ട് പറഞ്ഞു. കളിയാക്കേണ്ട ആകാശേട്ടാ, അറിയാതെ പോയതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോ കളിയാക്കാനെ കിട്ടില്ലായിരുന്നു. അതും പറഞ്ഞ് അവൾ മുഖം ഒരു സൈഡിലേക്ക് തിരിച്ചു. ആകാശ് വണ്ടിയുടെ സൈഡിൽ ഒതുക്കി. ശേഷം കുഞ്ഞിയെ തന്റെ മുഖത്തിന് അഭിമുഖമായി തിരിച്ചു. എന്നിട്ട് പറഞ്ഞു. എന്റെ കുഞ്ഞിപ്പെണ്ണേ, നീ ഇങ്ങനെ പാവായാലോ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടല്ലേ എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ കിട്ടിയത്. ആ ഒരു കുഞ്ഞിയൊന്ന് പുഞ്ചിരിച്ചു. ആകാശേട്ടാ, ഇതെല്ലാം കേട്ടപ്പോൾ ഏട്ടന് എന്നോട് ദേഷ്യം തോന്നിയോ? നീ ഇതെന്തൊക്കെയാ പറയുന്ന കുഞ്ഞി? എനിക്കിതിനെ നിന്നോട് ദേഷ്യം തോന്നുന്നു. ആ പ്രായത്തിൽ ആർക്കും തോന്നുന്നല്ലേ, നിനക്കും തോന്നിയിട്ടുള്ളൂ. പിന്നെ നീ അതെല്ലാം എന്നോട് പറയും ചെയ്തില്ലേ. എന്നോട് പറയാതെ മൂടി വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ദേഷ്യം തോന്നിയേനെ. പക്ഷെ എല്ലാം നീ എന്നോട് തുറന്നു പറഞ്ഞില്ലേ. അപ്പോൾ നിന്നോടുള്ള ഇഷ്ടം എനിക്ക് കൂടിയിട്ടേ ഉള്ളൂ. ആകാശ് പറഞ്ഞു. ആകാശേട്ടാ, അബിയുടെ തന്നെ ഇഷ്ടമായിരുന്ന കാര്യം നന്ദുവിനും അറിയത്രേ. കുഞ്ഞി പറഞ്ഞു. നന്ദുവിനെല്ലാം അറിയാമെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ആകാശ് ചോദിച്ചു. ഷീലാന്റിയാ എന്നോട് പറഞ്ഞ്. അവർക്കിടയിൽ ഒരു രഹസ്യം ഉണ്ടാവരുതെന്ന് അബിയേട്ടന് നിർബന്ധമായിരുന്നു. അങ്ങനെയെല്ലാം നന്ദുവിനോട് പറഞ്ഞ്. പക്ഷേ എൻ്റെ ഉള്ളിൽ അബിയേട്ടനുണ്ടായിരുന്ന സ്പാർക്ക് ഞാൻ ആകാശിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് വേറെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി അതാരും അറിയുകയും വേണ്ട. അതെനിക്ക് ചമ്മല. കുഞ്ഞിയൊരു നാണത്തോടെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് ആകാശ് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് കുഞ്ഞിയോടായി പറഞ്ഞു. എൻ്റെ പൊന്നുമോളെ, ഇത്രയും നാൾ നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നില്ലേ? ഇനിയും അങ്ങനെ തന്നെ ആവണം. അതിനിതൊന്നും നിന്റെ മനസ്സിലൊരു തടസ്സമാവരുത്. ഇത്രയും നാൾ ഒന്നും അറിയാൻ നിനക്ക് അബിയുടെ നല്ല സുഹൃത്താവാൻ കഴിഞ്ഞില്ലേ? തിരിച്ചിങ്ങോട്ട് അവൻ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? ഇനിയും നിങ്ങൾക്കതിന് കഴിയും. എന്നും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന 2 സുഹൃത്തുക്കൾ. ആ സുഹൃത്ത് ബന്ധത്തിലേക്ക് കടന്നു വന്ന 2 അതിഥികളാ ഞാനും നന്ദനയും. ഞങ്ങളെയും നിങ്ങൾ സുഹൃത്തുക്കളായിട്ട് കണ്ടാൽ മാത്രം മതി. ആകാശ് പറഞ്ഞു. ആകാശ് ഇതെല്ലാം പറയുന്ന കേട്ട് കുഞ്ഞിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അങ്ങനെ കുഞ്ഞി അബിയും വീണ്ടും നല്ല സുഹൃത്തുക്കളായി. അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയും അതുപോലെ ഒരു ഭർത്താവുമായി ആകാശവും നന്ദനയും. പരസ്പരം പ്രണയം തുറന്നു പറയാതെ, സംസാരത്തിലും പ്രവൃത്തിയിലും ഒരിക്കൽ പോലും പ്രണയിച്ചോ വരുത്താതെ എല്ലാ വിശേഷങ്ങളും പങ്കുവെച്ച് ഇരുവരും നല്ല സുഹൃത്തുക്കളായി അവരുടെ ഭാര്യയുടെയും ഭർത്താവിനെയും കുഞ്ഞുമക്കളുടെയും കൂടെ സുഖമായി ജീവിക്കുന്നു. തന്റെ ഭാര്യ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് ഒരിക്കൽ പോലും സംശയത്തിന്റെ നിഴൽപ്പാകാതെ തന്റെ കൂടെ ചേർത്ത് നിർത്തിയ ആകാശിനെ ഓർത്ത് കുഞ്ഞിക്ക് എപ്പോഴും അഭിമാനമാണ്. അവർ സുഖമായി ജീവിക്കട്ടെ.